ഫ്രീഡം ഓഫ് ലേണിംഗ്. ഇന്ന് മുതൽ നമ്മൾ 60 ദിവസം ഒരു മാരത്തൺ ആരംഭിക്കുകയാണ് 10th പ്രിലിംസ് നേടാനായിട്ട്. 60 ദിവസം കൊണ്ട് 10th പ്രിലിംസ് എങ്ങനെ നേടാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അനുസരിച്ച് 60 ദിവസത്തെ ഒരു ടൈം ടേബിൾ നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റഡി പ്ലാൻ. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടാണ് പോണേ. മുന്നേ കൂട്ടി നിങ്ങൾക്ക് ഞാൻ നാളെ ഏത് ടോപ്പിക്കാണ് എടുക്കണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റഡി പ്ലാനെ കുറിച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഒരു 8 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 60 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആവശ്യമുള്ളവർ കമന്റ് ചെയ്തോളൂ. ഞാൻ സ്റ്റഡി പ്ലാൻ ഒരുമിച്ച് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് LDC പരീക്ഷകൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക്, ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകൾക്ക്, പ്രിലിംസിന്, മെയിൻസിന് എന്തിനായിക്കോട്ടെ ഇല്ലാത്ത ഒരു ടോപ്പിക് ഇല്ല 1857 വിപ്ലവം. അതുപോലെ തന്നെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്. ഈ 2 ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അതിലപ്പോൾ 1857 വിപ്ലവത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ 1857 വിപ്ലവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. എവിടെയാണ് 1857 വിപ്ലവം തുടങ്ങിയത്? 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് 1857 വിപ്ലവം ആരംഭിക്കുന്നത്. ഈ വിപ്ലവത്തെ 1857 വിപ്ലവം ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നതും 1857 വിപ്ലവം എന്നൊക്കെ പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. കൂടാതെ മുഗൾ ഭരണത്തിന്റെ പൂർണ്ണ പതനത്തിന് കാരണമായ വിപ്ലവവും 1857 വിപ്ലവമാണ്. ഇതോടുകൂടി മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണം അവസാനിക്കുകയാണ്. അപ്പൊ 1857 വിപ്ലവത്തിന്റെ വേറൊരു പ്രത്യേകത എന്താ? മുഗൾ ഭരണത്തിന്റെ പൂർണ്ണ പതനത്തിന് കാരണമായ വിപ്ലവം ഏതന്നെയാണ്? 1857 വിപ്ലവമാണ്. ഇനി ഈ വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ശിപ്പായി ലഹള അല്ലെങ്കിൽ ഡെവിൾസ് വിൻഡ് എന്നൊക്കെയാണ്. ഡെവിൾസ് വിൻഡ് എന്താണ്? ചെകുത്താന്റെ കാറ്റ്. അതുപോലെ തന്നെ ശിപ്പായി ലഹള എന്നൊക്കെ വിശേഷിപ്പിച്ചത്, ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഏത് ലഹളയെയാണ് അല്ലെങ്കിൽ ഏത് സമരത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1857 വിപ്ലവത്തെയാണ്. ഇനി എന്താ കാരണം ഇങ്ങനൊരു വിപ്ലവം ഉണ്ടാവാൻ? 1ാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം എന്തൊക്കെ? കാരണങ്ങൾ ഒന്ന്, 1848 ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ച ദത്താവകാശ നിരോധന നിയമം. അടുത്തത് 1850 റിലീജിയസ് എബിലിറ്റീസ് ആക്ട്. അടുത്തത് 1854 പോസ്റ്റ് ഓഫീസ് ആക്ട്. അടുത്തത് 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. നെക്സ്റ്റ് വൺ 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളാണ്. ഈ നിയമങ്ങളൊക്കെ തന്നെ ആൾക്കാരുടെ ഇടയിൽ എന്തിന്? ബ്രിട്ടീഷുകാരോട് എതിർപ്പിന് കാരണമാണ്. ഏതൊക്കെ നിയമങ്ങളാ? 1848 ദത്താവകാശ നിരോധന നിയമം, 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്, 1854 പോസ്റ്റ് ഓഫീസ് ആക്ട്, 1856 ഹിന്ദു പുനർവിവാഹ നിയമം, ഹിന്ദു വിധവകൾക്ക് വീണ്ടും വിവാഹം കഴിക്കാം എന്നുള്ള നിയമം, 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. ഇതൊന്നും കൂടാതെ വേറെ കുറെ കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളൊക്കെ നമ്മൾ എന്തിനാ പഠിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ എഴുതാൻ പറ്റണം. താഴെ പറയുന്നവയിൽ 1857 വിപ്ലവത്തിന് കാരണമല്ലാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്കറിയണ്ടേ? അതിന് വേണ്ടിയിട്ടാണ്. കൂടാതെ സൈനികർക്ക് വളരെ തുച്ഛമായ ശമ്പളമാണ് ആര് കൊടുത്തിരുന്നത്? ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് അവർക്ക് വളരെയധികം അവഹേളനങ്ങൾ നേരിടേണ്ടി വന്നു. അതൊരു കാരണമാണ്. ഇനി ഇത് സൈനികരുടെ ഭാഗത്തല്ലാണ്ട് കാർഷിക മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള അസംതൃപ്തി നേരിടേണ്ടി വന്നു. നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ഇതൊക്കെ ആയപ്പോ മൊത്തം എല്ലാ ആൾക്കാരിലും ബ്രിട്ടീഷുകാരോട് എതിർപ്പുണ്ടാവുകയും അങ്ങനെ 1857 വിപ്ലവം എന്താ പറയാ പൊട്ടിപ്പുറപ്പെടാൻ ഓരോരോ സ്ഥലങ്ങളിലും മുറിവുറുപ്പും കാര്യങ്ങളും ചെറിയ ചെറിയ ലഹളകളൊക്കെ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് എന്താണ് കാരണം ഉണ്ടായതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പശു, അതുപോലെ പന്നി തുടങ്ങിയവയുടെ മൃഗക്കൊഴുപ്പ് പുരട്ടിയ തിരകള് ഉപയോഗിച്ചിട്ടുള്ള എൻഫീൽഡ് തോക്കുകള് ഉപയോഗിക്കാനായിട്ട് ബ്രിട്ടീഷുകാര് നമ്മുടെ സൈനികരെ നിർബന്ധിച്ചു. അവരോട് അത് ഉപയോഗിക്കാൻ പറഞ്ഞു. അത് അവർക്ക്, അതായത് ചിലരുടെ മത ആചാരങ്ങൾക്ക് വരെ അത് എതിരായിരുന്നു എന്നുള്ളത് കൊണ്ട്
അവർക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെയാണ്. അപ്പൊ പെട്ടെന്നുണ്ടായ കാരണം അതാണ്. അതായത് ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യൻ സൈനികരെ നിർബന്ധിക്കുകയാണ്, മൃഗക്കൊഴുപ്പ് പുരട്ടിയ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി നിർബന്ധിച്ചതാണ് പെട്ടെന്നുണ്ടാവാൻ കാരണം. പിന്നെ എന്തൊക്കെയായിരുന്നു പെട്ടെന്ന് എന്ന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാരണം. പിന്നെ എന്തൊക്കെ കാരണങ്ങളാണ്? 1848 ദത്താവകാശ നിരോധന നിയമം, 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്, 1854 പോസ്റ്റ് ഓഫീസ് ആക്ട്, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്, സൈനികരുടെ തുച്ഛമായിട്ടുള്ള ശമ്പളം, ബ്രിട്ടീഷുകാരിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള അതായത് നമ്മുടെ സൈനികർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അവഹേളനങ്ങള്, കാർഷിക മേഖലയിലെ അസംതൃപ്തി, കൂടാതെ നാട്ടുരാജ്യങ്ങൾ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ഇതൊക്കെ പല പല കാരണങ്ങളാണ്. പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? പശു, പന്നി തുടങ്ങിയവയുടെ മൃഗക്കൊഴുപ്പുകള് പുരട്ടിയ തിരകൾ ഉപയോഗിച്ചിട്ടുള്ള എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കാൻ ഇന്ത്യൻ സൈനികരെ ബ്രിട്ടീഷ് സൈന്യം നിർബന്ധിച്ചു എന്നുള്ളതാണ് അത് കാരണം. ഇനി ഈ നമ്മള് എന്ത് തുടങ്ങി? സമരം തുടങ്ങിയില്ലേ? സ്വാതന്ത്ര്യ സമരം തുടങ്ങി. അപ്പൊ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയപ്പോ ഒരു രഹസ്യ മുദ്ര ഉണ്ടായിരുന്നു സമരത്തിന്റെ. എന്താ രഹസ്യ മുദ്ര? ചപ്പാത്തിയും ചുവന്ന താമരയുമാണ് നമ്മുടെ രഹസ്യ മുദ്ര. ഈ ചപ്പാത്തിയും ചുവന്ന താമരയില് ഈ ചപ്പാത്തി ഉണ്ടല്ലോ, അതായത് ചില ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കും. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അവിടുത്തെ പ്രാദേശിക ഭാഷകളിൽ ഈ ചപ്പാത്തികളിൽ ഓരോരോ കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങളിൽ കൊടുക്കും. ഈ ഗ്രാമത്തിൽ നിന്ന് മറ്റു ഗ്രാമത്തിലേക്ക് ഈ ചപ്പാത്തി വഴി അത് നിർദ്ദേശങ്ങൾ പാസ് ചെയ്യും. അങ്ങനെ ഒരു എന്താ പറയുക എളുപ്പ വഴി നമ്മൾ നിർദ്ദേശങ്ങൾ പാസ്സാക്കാനായിട്ട് അല്ലെങ്കിൽ പാസ് ചെയ്യാനായിട്ടും കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് നമ്മുടെ നാനാ സാഹിബിന്റെ ഗുരുവായിട്ടുള്ള തുടക്കം കുറിച്ചത് നാനാ സാഹിബിന്റെ ഗുരുവായിട്ടുള്ള ഗുരു ദാസബാബ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹമായിരുന്നു ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. രഹസ്യമുദ്ര ഏതായിരുന്നു? ചപ്പാത്തിയും ചുവന്ന താമരയായിരുന്നു. ഒന്നും കൂടെ നമുക്ക് പഠിച്ചാലോ? 1857 മെയ് 10 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ഇത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നു. 1857 വിപ്ലവം എന്ന് വിളിക്കുന്നു, ശിപ്പായി ലഹള എന്ന് വിളിക്കുന്നു, ഡെവിൾസ് വിൻഡ് എന്ന് വിളിക്കുന്നു, മുഗൾ ഭരണത്തിന്റെ പൂർണ്ണപതനത്തിന് കാരണമായ വിപ്ലവം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഡെവിൾസ് വിൻഡ് എന്നും ശിപ്പായി ലഹള എന്നൊക്കെ വിളിച്ചത് ബ്രിട്ടീഷുകാരാണ്. എന്താ കാരണം? ദത്താവകാശ നിരോധന നിയമം, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ആക്ട്, റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്, സൈനികർക്ക് കൊടുത്തിരുന്ന തുച്ഛമായിട്ടുള്ള ശമ്പളം, ബ്രിട്ടീഷുകാരിൽ നിന്ന് സൈനികർക്ക് നേരിടേണ്ടി വന്ന അവഹേളനങ്ങള്, കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള അസംതൃപ്തികള്, നാട്ടുരാജ്യങ്ങൾ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്. ഇതൊക്കെ തന്നെ 1857 വിപ്ലവം തുടങ്ങാനുണ്ടായ കാരണങ്ങളാണ്. പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ ഒരു കാരണം ഉണ്ടായി. അത് സൈനികരോട് പശു, പന്നി തുടങ്ങിയ മൃഗങ്ങളുടെ കൊഴുപ്പുകൾ പുരട്ടിയ തിരകൾ ഉപയോഗിച്ചിട്ടുള്ള എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ നിർബന്ധിച്ചതാണ് പെട്ടെന്നുണ്ടാവാനുള്ള കാരണം. ഇവരുടെ രഹസ്യമുദ്ര ആരുടെ? 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര ഏതായിരുന്നു? ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു. ക്ലിയർ ആയോ? ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ഇനി അടുത്തത് നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ആദ്യ രക്തസാക്ഷി 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ് രക്തസാക്ഷി. കേട്ടിട്ടുണ്ടാവും അല്ലെ? 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. ഇദ്ദേഹം ബംഗാളിലെ ബാരക്പൂരിലെ 34ാം റെജിമെന്റിലെ സൈനികനായിരുന്നു. എവിടുത്തെ സൈനികനായിരുന്നു ചോദിച്ചിട്ടുള്ളതാണ്. ബംഗാളിലെ ബാരക്പൂരിലെ 34ാം റെജിമെന്റിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെയാണ് 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ബാരക്പൂർ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ മീററ്റ്? 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാന്ന് ചോദിച്ചാൽ മീററ്റിലല്ലേ പറയാ. പക്ഷെ 1857 വിപ്ലവത്തിന്റെ തീപ്പൊരിയേറ്റ സ്ഥലം എന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? ബാരക്പൂർ ആണ് പറയേണ്ടത് കേട്ടോ. തീപ്പൊരിയേറ്റ സ്ഥലമാണ് ബാരക്പൂർ. ഇനി 1857 മാർച്ച് 29 ഈ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഒരു പദവിയാണ് എന്താ? അഡ്ജൂട്ടന്റ് പദവി. അങ്ങനെ അഡ്ജൂട്ടന്റ് പദവിയിൽ ഉണ്ടായിരുന്ന അഡ്ജൂട്ടന്റ് ബോഗിനെ ആര് കൊലപ്പെടുത്തുകയാണ്? മംഗൾ പാണ്ഡെ
പാണ്ഡെ കൊലപ്പെടുത്തുകയാണ്. കൂടാതെ ജെയിംസ് ഹ്യൂസൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിക്കാനും ഇദ്ദേഹം ശ്രമിച്ചു. അപ്പൊ ജെയിംസ് ഹ്യൂസൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചു. കൂടാതെ അഡ്ജുറ്റന്റ് ബോഗിനെ കൊലപ്പെടുത്തി. അങ്ങനെയൊക്കെ ആയപ്പോ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ, ആരെ അറസ്റ്റ് ചെയ്യാൻ? മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ജോൺ ഹെയ്സി എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഉത്തരവിടുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 1857 ഏപ്രിൽ 8 ഇദ്ദേഹത്തെ തൂക്കിലേറ്റി. 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി. 1984 ഇന്ത്യ ഗവൺമെന്റ് മംഗൾ പാണ്ഡെയുടെ പേരിലുള്ള ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. അപ്പൊ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1984. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ബംഗാളിലെ ബാരക്പൂരിലെ 34ാം റെജിമെന്റിലെ സൈനികനായ മംഗൾ പാണ്ഡെയാണ്. ഈ ബാരക്പൂരിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? 1857 വിപ്ലവത്തിലെ തീപ്പൊരി ഏറ്റ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? നമ്മള് ബാരക്പൂർ പറയണം. 1857 മാർച്ച് 29 അഡ്ജൂട്ടന്റ് പദവിയിൽ ഉണ്ടായിരുന്ന അഡ്ജൂട്ടന്റ് ബോഗിനെ, അതായത് ബ്രിട്ടീഷ് സൈന്യത്തിലെ അഡ്ജൂട്ടന്റ് ബോഗിനെ ആര് കൊലപ്പെടുത്തുകയാണ്? മംഗൾ പാണ്ഡെ കൊലപ്പെടുത്തുകയാണ്. കൂടാതെ എന്തുണ്ടായി? ജെയിംസ് ഹ്യൂസൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ഇദ്ദേഹം വധിക്കാനും ശ്രമിച്ചു. അതിന്റെ പരിണിത ഫലമായി ജോൺ ഹെയ്സി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയും അറസ്റ്റ് ചെയ്ത് 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുകയും ചെയ്തു. ഇദ്ദേഹം ആദ്യത്തെ രക്തസാക്ഷിയാണ്. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം 1984 ഇന്ത്യ ഗവൺമെന്റ് ഇദ്ദേഹത്തിന്റെ പേരില് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. അടുത്തത് മംഗൾ പാണ്ഡെ 1857 ദ റൈസിംഗ് എന്ന പേരിൽ നമ്മുടെ 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയെ കുറിച്ച് ആദ്യമായിട്ട് ഒരു സിനിമ ഇറങ്ങുകയാണ്. ആ സിനിമയുടെ പേരാണ് നമ്മൾ പറഞ്ഞ മംഗൾ പാണ്ഡെ 1857 ദ റൈസിംഗ് എന്ന് പറയുന്നത്. ആ സിനിമയിലെ മംഗൾ പാണ്ഡെയായിട്ട് അഭിനയിച്ചത് ആരാണ്? അമീർ ഖാൻ ആണ്. നെക്സ്റ്റ് നോക്കൂ. ഇനി ഇവിടെ നമ്മൾ ആദ്യത്തെ രക്തസാക്ഷിയെ കുറിച്ച് പറഞ്ഞു. ഇനി ആദ്യ വനിതാ രക്തസാക്ഷിയെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ പറയും പ്രീതി ലതാ വഡോദ്കർ. ആരാണ് ആദ്യ വനിതാ രക്തസാക്ഷി? പ്രീതി ലതാ വഡോദ്കർ ആണ് ആദ്യ വനിതാ രക്തസാക്ഷി. പ്രായം കുറഞ്ഞതോ? പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ് ആണ്. ആരാണ്? ഖുദിറാം ബോസ് ആണ്. നെക്സ്റ്റ് വൺ ആരാണ്? ആദ്യ മുസ്ലിം രക്തസാക്ഷി എന്ന് ചോദിക്കാൻ നമ്മൾ ഉത്തരം അഷ്ഫഖ് ഉല്ലാ ഖാൻ എന്ന് പറയണം. 1857 വിപ്ലവത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷിയാണ് അഷ്ഫഖ് ഉല്ലാ ഖാൻ. ആദ്യ എന്താ പറയുന്നത്? വനിതാ രക്തസാക്ഷിയാണ് പ്രീതി ലതാ വഡോദ്കർ. പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ്. ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. അടുത്ത ആളെ കുറിച്ച് പഠിക്കുകയാണ്. പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മൾ കേട്ടേണ്ടത് നാനാ സാഹിബ് അല്ലെ. കാൺപൂരിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആളാണ് ആര്? നാനാ സാഹിബ്. നാനാ സാഹിബ് എവിടെയാ നേതൃത്വം നൽകിയത്? കാൺപൂരിലാണ്. ഇദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേര് ദൊന്തുപന്ത് എന്നാണ്. ദൊന്തുപന്ത് എന്നാണ് ഇദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേര്. ഇദ്ദേഹം പേഷ്വാ ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ്. പേഷ്വാ ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ് ഇദ്ദേഹം. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? നാനാ സാഹിബിനെയാണ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് നാനാ സാഹിബിനെയാണ്. വിപ്ലവം പരാജയപ്പെട്ടപ്പോൾ നേപ്പാളിലേക്ക് ബ്രിട്ടീഷുകാർ നാടുകടത്തി ആരെ? നാനാ സാഹിബിനെ. ഇദ്ദേഹത്തെ നേപ്പാളിലേക്ക് നാടുകടത്തി. അപ്പൊ നേപ്പാളിലേക്ക് ബ്രിട്ടീഷുകാർ നാടുകടത്തിയത് ആരെയാണ്? നാനാ സാഹിബിനെ നേപ്പാളിലേക്ക് നാടുകടത്തി. അടുത്തത് ഈ നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവ് ഉണ്ടായിരുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ പേരാണ് താന്തിയ തോപ്പി. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവാണ് താന്തിയ തോപ്പി. ശരിയായ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്. എന്താണ് ശരിക്കുള്ള പേര്? രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് ശരിയായിട്ടുള്ള പേര്. ഇദ്ദേഹം ഫോളോ ചെയ്ത യുദ്ധമുറയാണ് ഗൊറില്ല യുദ്ധമുറ. ഇദ്ദേഹത്തിന്റെ യുദ്ധമുറ ആരുടെ? താന്തിയ തോപ്പിയുടെ യുദ്ധമുറയാണ് എന്താ? ഗൊറില്ല യുദ്ധമുറ. പറയൂ, ഗൊറില്ല യുദ്ധമുറ. നെക്സ്റ്റ് വൺ, ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരെ? അതായത് നമ്മുടെ താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കോളിൻ ക്യാമ്പൻ. ആരെയാണ്? കോളിൻ ക്യാമ്പൻ. ഇദ്ദേഹത്തെ വധിക്കുകയാണ് 1859 ഏപ്രിൽ 18 ഇദ്ദേഹത്തെ വധിക്കുകയാണ്. ആരെ വധിച്ചു? താന്തിയ തോപ്പിയെ വധിച്ചു. അദ്ദേഹത്തെ എവിടെ വെച്ചാ വധിച്ചത്? മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ച് വധിക്കുകയുണ്ടായി. ഈ ശിവപുരിയിൽ തന്നെ
താന്തിയ തോപ്പിയുടെ മെമ്മോറിയൽ സ്മാരകം കാണപ്പെടുന്നതും എവിടെ തന്നെയാണ്? ശിവപുരിയിൽ തന്നെയാണ്. ഇനി താന്തിയ തോപ്പിയെ നമ്മൾ നാനാ സാഹിബിനെ നമ്മൾ മൂന്നാം നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്. മൂന്നാം നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? നാനാ സാഹിബിനെയാണ്. അപ്പൊ നാനാ സാഹിബും താന്തിയ തോപ്പിയും ഒന്നും കൂടെ പറഞ്ഞേ. നാനാ സാഹിബ് കാൺപൂരിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ദൊണ്ടുപന്ത് എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. അദ്ദേഹം പേഷ്വാ ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ്. അദ്ദേഹത്തെ മൂന്നാം നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിക്കുന്നു. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നും നാനാ സാഹിബിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. വിപ്ലവം പരാജയപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ നേപ്പാളിലേക്ക് നാടുകടത്തുന്നു. ഇദ്ദേഹത്തിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയ തോപ്പി. ശരിയായ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്താണ്? താന്തിയ തോപ്പി ഗൊറില്ല യുദ്ധമുറയാണ് ഫോളോ ചെയ്തിരുന്നത്. എന്ത് യുദ്ധമുറയാണ്? ഗൊറില്ല യുദ്ധമുറ. ഇനി താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കോളിൻ ക്യാമ്പൻ. ഇനി അദ്ദേഹം വധിക്കപ്പെടുകയാണ് 1859 ഏപ്രിൽ 18 മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ച്. ശിവപുരിയിൽ അദ്ദേഹത്തിന്റെ എന്തും കാണപ്പെടുന്നു? മെമ്മോറിയലും കാണപ്പെടുന്നു. അടുത്ത പ്രധാനപ്പെട്ട വ്യക്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സഫർ. ഈ 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മുഗൾ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ആരാണ്? ബഹദൂർ ഷാ സഫറാണ്. ശരിക്കും അപ്പൊ സാമ്രാജ്യം ഇല്ല, മുഗൾ അത്ര വിസ്തൃതിയൊന്നും ഉണ്ടായില്ല. ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് വളരെയധികം കുറഞ്ഞു. അപ്പൊ മുഗൾ എന്താ പറയുന്നത്, മുഗൾ രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹദൂർ ഷാ. അതായത് ചക്രവർത്തി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, മുഗൾ രാജാവ് മാത്രമായിരുന്നു. ചക്രവർത്തി ആവണമെങ്കിൽ എന്ത് വേണം? കുറച്ച് അധികം ഏരിയ ഇദ്ദേഹത്തിന്റെ കീഴിലുണ്ടാവണം. പക്ഷേ ഇദ്ദേഹത്തെ ചക്രവർത്തിയായിട്ട് ഇന്ത്യയിലെ വിപ്ലവകാരികൾ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ചക്രവർത്തി, ഇന്ത്യക്കാരുടെ ചക്രവർത്തിയായി ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനെ ആര് പ്രഖ്യാപിച്ചു? നമ്മുടെ 1857 വിപ്ലവകാരികൾ പ്രഖ്യാപിച്ചു. അപ്പൊ പ്രഖ്യാപിച്ച് ഇദ്ദേഹത്തെ എന്താക്കി? ഇന്ത്യയുടെ ചക്രവർത്തിയാക്കി. അപ്പൊ ഇദ്ദേഹം ഒരു വിളംബരം നടത്തുകയാണ്. എന്താണ്? അതായത് ഇന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കൂ എന്ന് പറഞ്ഞൊരു വിളംബരം നടത്തി. ആ വിളംബരത്തിന് വിളിക്കുന്ന പേരാണ് അസംഘട് വിളംബരം. എന്താ വിളംബരം? അസംഘട് വിളംബരം. അപ്പൊ ആരാ അസംഘട് വിളംബരം നടത്തിയേ? ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സഫർ ആണ് അസംഘട് വിളംബരം നടത്തിയത്. ഇനി എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിപ്ലവം പരാജയപ്പെട്ടുല്ലോ. അപ്പോ ഇദ്ദേഹത്തെ ബർമയിലെ റംഗൂണിലേക്ക് ബ്രിട്ടീഷുകാരെ നാടുകടത്തിട്ടോ. അതിനു മുന്നേ ഈ എന്താ പറയുന്നത്, ഇദ്ദേഹത്തെ കീഴടക്കാൻ, അതായത് ബഹദൂർ ഷാ സഫറിനെ കീഴടക്കാൻ നേതൃത്വം നൽകിയത് വില്യം ഹോഡ്സൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ്. വില്യം ഹോഡ്സൺ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ നേതൃത്വത്തില് ബഹദൂർ ഷാ സഫറിനെ കീഴടക്കുകയാണ് ഉണ്ടായ ബ്രിട്ടീഷുകാര്. കീഴടക്കിയപ്പോൾ ഇദ്ദേഹം ഹുമയൂണിന്റെ ശവകുടീരത്തിനടുത്തായിരുന്നു. അപ്പൊ ഏത് സ്മാരകത്തിനടുത്ത് വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് എന്ന് ചോദിച്ചാൽ ഹുമയൂണിന്റെ ശവകുടീരത്തിനടുത്ത് വെച്ച് കീഴടക്കുകയും ബർമയിലെ റംഗൂണിലേക്ക് അദ്ദേഹത്തെ നാടുകടത്തുകയും ചെയ്തു. 1858 ഒക്ടോബർ 7 നാടുകടത്തി. അവിടെ തന്നെയാണ് ഈ ബഹദൂർ ഷാ സഫറിന്റെ എന്തും കാണപ്പെടുന്നത്? ശവകുടീരവും കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പഠിച്ചാലോ നമുക്ക്? ബഹദൂർ ഷാ സഫർ അഥവാ ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ സഫർ അഥവാ ബഹദൂർ ഷാ രണ്ടാമൻ 1857 വിപ്ലവ സമയത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തെ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ അദ്ദേഹം ഒരു അസംഘട് വിളംബരം എന്ന് പറയുന്ന ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ്. എന്താണ്? അതായത് കലാപകാരികൾക്ക് കൂടി നമുക്ക് എല്ലാവർക്കും കൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ നീങ്ങാം, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ എല്ലാവരും കൂടെ നീങ്ങും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിളംബരം അദ്ദേഹം പുറപ്പെടുവിച്ചു. ഇദ്ദേഹത്തെ ബഹദൂർ ഷാ സഫറിന്റെ കൂടെ എല്ലാവരും കൂടെ നിന്ന പ്രശ്നമാവുമെന്ന് പേടിച്ച് ഇദ്ദേഹത്തെ കീഴടക്കാൻ ബ്രിട്ടീഷുകാർ വില്യം ഹോഡ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അതായത് ഒരു ബ്രിട്ടീഷുകാരനെ നിയമിച്ചു. അദ്ദേഹം ഹുമയൂണിന്റെ ശവകുടീരത്തിനടുത്ത് വെച്ച് ആരെ പിടിക്കുകയാണ്? ബഹദൂർ ഷാ രണ്ടാമനെ പിടിക്കുകയും അദ്ദേഹത്തെ ബർമയിലെ റംഗൂണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. നാടുകടത്തിയത് 1858 ഒക്ടോബർ 7 അവിടെ വെച്ച് ആര് മരിക്കുകയാണ്? ഈ ബഹദൂർ ഷാ രണ്ടാമൻ മരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശവകുടീരവും എവിടെ തന്നെയാണ്? റംഗൂണിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ. ഇനി നെക്സ്റ്റ് കുറച്ച് ആൾക്കാരെയും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. റാണി ലക്ഷ്മിഭായ്. ആരാണ് റാണി ലക്ഷ്മിഭായ്? റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ നാമം എന്താണ്? മണികർണിക എന്നാണ്. അതുപോലെ തന്നെ മനുഭായ് എന്ന് കൂടെ അറിയപ്പെടുന്നു. കൂടാതെ ചപേലി എന്നൊരു പേരുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പേര് ഏതാണ്? ഝാൻസി റാണി എന്നാണ്. ഝാൻസിയിലെ രാജാവായ ഗംഗാധർ റാവുവിന്റെ ഭാര്യയായിരുന്നു ആര്? റാണി ലക്ഷ്മിഭായ് അഥവാ ഝാൻസി റാണി എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ദത്താവകാശ നിരോധന നിയമം വന്നപ്പോ ഈ ഝാൻസി എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് ഈ ഝാൻസി റാണി 1857 വിപ്ലവത്തിൽ വരാനുള്ള കാരണം.
അപ്പോ അവരെ 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നാ വിളിക്കണേ. 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. ഇവരെ വധിക്കുകയാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഹ്യൂഗ് റോസ് ആണ് വധിച്ചത് ഗ്വാളിയോറിൽ വെച്ച്. അപ്പൊ റാണി ലക്ഷ്മിബായി ആരാ വധിച്ച? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഹ്യൂഗ് റോസ് വധിച്ചു ഗ്വാളിയോറിൽ വെച്ച്. വധിച്ചതിന് ശേഷം ഈ ഹ്യൂഗ് റോസ് ലക്ഷ്മിബായിയെ കുറിച്ച് എന്താ പറയണേ അറിയോ നിങ്ങൾക്ക്? വിപ്ലവകാരികളുടെ സമുന്നത നേതാവ്, വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണിയാണ് കേട്ടോ. 1858 ജൂൺ 18-നാണ് ഇവർ വധിക്കപ്പെട്ടത്. 1858 ജൂൺ 18-ന് വധിക്കപ്പെട്ടു. INA-യുടെ വനിതാ ബറ്റാലിയൻ നമ്മുടെ ഝാൻസി റാണിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. INA-യുടെ വനിതാ ബറ്റാലിയൻ ഝാൻസി റാണി റെജിമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്തറിയപ്പെടുന്നു? ഝാൻസി റാണി റെജിമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഇവർക്ക് കുതിരകൾ ഉണ്ടായിരുന്നു, 2-3 കുതിരകളുടെ പേര് നോക്കൂ. ബാദൽ, സാരംഗി, പവൻ, അതൊക്കെ ഝാൻസി റാണിയുടെ കുതിരകളായിരുന്നു. ആരാണ്? ബാദൽ, സാരംഗി, പവൻ. ഈ ബാദലാണ് 1857 വിപ്ലവത്തിന് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കുതിര. ഏതായിരുന്നു? ബാദൽ എന്ന് പറയുന്ന കുതിരയായിരുന്നു കേട്ടോ. ഇനി ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് വിശ്വചരിത്രാവലോകനത്തിലാണ്. വിശ്വചരിത്രാവലോകനം എന്ന് പറയുന്ന കൃതിയില് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു ആരെ വിശേഷിപ്പിച്ചു? ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചു. ഇനി ക്യൂൻ ഓഫ് ഝാൻസി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് മഹാശ്വേത ദേവിയാണ്. ക്യൂൻ ഓഫ് ഝാൻസി എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള പുസ്തകം രചിച്ചത് മഹാശ്വേത ദേവിയാണ്. ഝാൻസി കി റാണി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് സുഭദ്ര കുമാരി ചൗഹാനാണ്. ഝാൻസി കി റാണി എന്ന പുസ്തകം രചിച്ചത് സുഭദ്ര കുമാരി ചൗഹാനാണ് കേട്ടോ. അപ്പൊ ഝാൻസി റാണിയെ കുറിച്ച് ക്ലിയർ ആയില്ലോ. ഇനി നമുക്ക് അതായത് 1857 വിപ്ലവം ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമല്ല, ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തും വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അവരെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഡൽഹിയില് ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. ഡൽഹിയിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഭക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഝാൻസിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു റാണി ലക്ഷ്മിബായി, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. കാൺപൂരിൽ നാനാ സാഹിബ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മീററ്റിൽ ഖേദം സിംഗ്, മീററ്റിൽ ഖേദം സിംഗ്. അലഹബാദിൽ ലിയാഖത്ത് അലി, ആരാണ് അലഹബാദിൽ? ലിയാഖത്ത് അലി. അസമിൽ മണിറാം ദത്ത, അസമിൽ ആരാണ്? മണിറാം ദത്ത. ബീഹാറില് നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആണ്. ബീഹാറിൽ നേതൃത്വം നൽകിയ കൺവർ സിംഗിനെ 1857 വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നു. 1857 വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ ബീഹാറിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ കൺവർ സിംഗ് ആണ്. അടുത്ത ബറേലിയിലും റോഹിൽഖണ്ഡിലും ഖാൻ ബഹദൂർ ഖാൻ ആണ്. ബറേലിയിലും റോഹിൽഖണ്ഡിലും ഖാൻ ബഹദൂർ ഖാൻ. ഗ്വാളിയോറിൽ ലക്ഷ്മിബായും താന്തിയ തോപ്പിയും, ഗ്വാളിയോറിൽ ലക്ഷ്മിബായും താന്തിയ തോപ്പിയും. കോട്ടയില് ജയ് ദയാൽ ആണ്. കോട്ടയിൽ ആര് നേതൃത്വം നൽകി? ജയ് ദയാൽ. മധുരയിൽ ആര് നേതൃത്വം നൽകി? ദേവി സിംഗ്, മധുരയിൽ ദേവി സിംഗ്. ലക്നൗ, ആഗ്ര, അയോധ്യ തുടങ്ങിയവയിൽ, ലക്നൗ, ആഗ്ര, അയോധ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹലും നേതൃത്വം നൽകി. ഒന്നുകൂടെ പറയാം. ഡൽഹിയിൽ ഭക്ത് ഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, കാൺപൂരിൽ നാനാ സാഹിബ്, മീററ്റിൽ ഖേദം സിംഗ്, അലഹബാദിൽ ലിയാഖത്ത് അലി, അസമിൽ മണിറാം ദത്ത, ബീഹാറിൽ കൺവർ സിംഗ്. അദ്ദേഹത്തെ 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നു. ബറേലിയിലും റോഹിൽഖണ്ഡിലും ഖാൻ ബഹദൂർ ഖാൻ, ഗ്വാളിയോറിൽ ലക്ഷ്മിബായി, താന്തിയ തോപ്പി, കോട്ടയിൽ ജയ് ദയാൽ, മധുരയിൽ ദേവി സിംഗ്, ലക്നൗ, ആഗ്ര, അയോധ്യ തുടങ്ങിയവയിൽ ബീഗം ഹസ്രത്ത് മഹൽ. ഇനി നെക്സ്റ്റ് നോക്കൂ. വിപ്ലവകാരികള് ഈ വിപ്ലവം തുടങ്ങിയിട്ട് ആദ്യം പിടിച്ചെടുത്ത സ്ഥലമാണ് ഡൽഹി. ആദ്യം പിടിച്ചെടുത്ത ഏതാന്ന് ചോദിച്ചാൽ ഡൽഹിയാണ് നമ്മൾ പറയാ. ഈ വിപ്ലവം വ്യാപിക്കാത്ത ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ്, ബോംബെ, മദ്രാസ്, അവിടെയൊന്നും വിപ്ലവം വ്യാപിച്ചിട്ടുണ്ടായില്ല കേട്ടോ. പഞ്ചാബ്, ബോംബെ, മദ്രാസ്. അടുത്തത് ഈ വിപ്ലവത്തിന്റെ മെമ്മോറിയൽ എവിടെയാണ്? അതായത് ശിപായി മ്യൂട്ടിനി, ശിപായി ലഹള എന്നല്ലേ വിളിക്കണം. അപ്പൊ മ്യൂട്ടിനി മെമ്മോറിയൽ കാണപ്പെടുന്നത് ഡൽഹിയിൽ തന്നെയാണ്.
ഡൽഹിയിൽ അറിയപ്പെടുന്നത്, ആ മെമ്മോറിയൽ അറിയപ്പെടുന്നത് അജിത് ഗഡ് എന്നാണ്. അജിത് ഗഡ് ആണ് മെമ്മോറിയൽ അറിയപ്പെടുന്നത്. ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആണ്. ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാരൻ ജോൺ നിക്കോൾസൺ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ നിക്കോൾസൺ ആണ്. നെക്സ്റ്റ് വൺ, ഈ 1887 വിപ്ലവം നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭു ആയിരുന്നു. ആരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? പാൽമേഴ്സ്റ്റൺ പ്രഭു. ഇനി ബ്രിട്ടീഷുകാരുടെ രാജ്ഞി ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞിയായിരുന്നു. ആ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. നമുക്ക് ഇതൊന്നും കൂടെ നോക്കാം. ലക്ഷ്മിബായി, മണികർണിക, മനുഭായ്, ചപ്പേലി എന്നീ ഒറിജിനൽ നെയിമുകളിൽ ഏതൊക്കെയാണ്? മണികർണിക എന്നാണ് ഒറിജിനൽ നെയിം. മനുഭായ്, ചപ്പേലി എന്നൊക്കെ അറിയപ്പെടുന്നു. 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു. ഹസ്ബൻഡിന്റെ പേര് ഗംഗാധർ റാവു. എവിടുത്തെ രാജാവായിരുന്നു? ഝാൻസിയിലെ രാജാവായിരുന്നു. റാണി ലക്ഷ്മിഭായി 1858 ജൂൺ 18 വധിച്ചത് ഹ്യൂഗ് റോസ് ആണ്. ഗ്വാളിയോറിൽ വെച്ച് വധിച്ചു. INA വനിതാ ബറ്റാലിയൻ ഝാൻസി റാണി റെജിമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഝാൻസി റാണിയുടെ കുതിരകൾ ബാദൽ, സാരംഗി, പവൻ. പക്ഷേ വിപ്ലവത്തിന് 1857 വിപ്ലവത്തിന് അവരുടെ കുതിര ഏതായിരുന്നു? ബാദലായിരുന്നു. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസിയെ വിശേഷിപ്പിച്ചത് നെഹ്റു. എവിടെ? വിശ്വചരിത്രാവലോകനത്തിൽ കേട്ടോ. ഇനി ക്യൂൻ ഓഫ് ഝാൻസി എന്ന കൃതി മഹാശ്വേതാ ദേവിയുടെ. ഝാൻസി കി റാണി എന്ന കൃതി സുഭദ്ര കുമാരി ചൗഹാന്റെ. നെക്സ്റ്റ് വൺ, ഡൽഹിയില് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഭക്തഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, കാൺപൂരിൽ നാനാ സാഹിബ്, മീററ്റിൽ ഗേദം സിംഗ്, അലഹബാദിൽ ലിയാഖത്ത് അലി, അസമിൽ മണിറാം ദത്ത, ബീഹാറിൽ കൻവർ സിംഗ്. കൻവർ സിംഗിനെ വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നു. ബറേലി റോഹിൽഖണ്ഡ് ഖാൻ ബഹദൂർ ഖാൻ, ഗ്വാളിയോർ ലക്ഷ്മിബായ് താന്തിയ തോപ്പി, കോട്ടയിൽ ജയ്ദയാൽ, മധുരയിൽ ദേവി സിംഗ്, ലക്നൗ, ആഗ്ര, അയോധ്യ തുടങ്ങിയവയിൽ ബീഗം ഹസ്രത് മഹൽ. ഇനി വിപ്ലവകാരികൾ ആദ്യം പിടിച്ചടക്കിയത് ഡൽഹിയാണ്. വിപ്ലവം വ്യാപിക്കാത്ത പ്രദേശം പഞ്ചാബ്, ബോംബെ, മദ്രാസ് തുടങ്ങിയവയാണ്. മ്യൂട്ടിനി മെമ്മോറിയൽ ഡൽഹിയിലെ അജിത് ഗഡ് ആണ്. ഡൽഹിയിലെ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആണ്. അദ്ദേഹത്തെ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭു, രാജ്ഞി വിക്ടോറിയ രാജ്ഞി, ഗവർണർ ജനറൽ കാനിങ് പ്രഭു. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ വിപ്ലവത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്, വിപ്ലവം അവർ അടിച്ചമർത്തിയല്ലോ ആര്? ബ്രിട്ടീഷുകാർ. അപ്പൊ അതിന്റെ അനന്തര ഫലങ്ങൾ എന്താണെന്നും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ വിപ്ലവം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക് എന്താണ് 1857 വിപ്ലവത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ചു. എന്നിട്ട് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിക്ടോറിയ രാജ്ഞി നമ്മുടെ രാജ്ഞിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരിയായിട്ട് അധികാരം ഏൽക്കുകയാണ്. അതാണ് മെയിനായിട്ട് ആദ്യം ഉണ്ടായത്. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായത് ഒരു ആക്ട് പ്രകാരമാണ്. ആ ആക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് അതിനെ പറയുക. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. ആരവതരിപ്പിച്ച്? പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നമ്മുടെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്നും കൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്നും കൂടി വിശേഷിപ്പിക്കുന്നു. കൂടാതെ ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. ഈ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്ന് പറഞ്ഞാലും 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. അതിനെയാണ് നമ്മുടെ വിളംബരം, വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്ന് പറയുന്നത്. ഈ വിളംബരത്തെയാണ് ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നും അറിയപ്പെടുന്നത്. ഇതുമൂലം ഈ വിളംബരത്തിന്റെ ഫലമായിട്ട് വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ രാജ്ഞിയായിട്ട് മാറി. ഗവർണർ ജനറൽ പദവി മാറി വൈസ്രോയി എന്ന് പറയുന്ന പദവിയായി. ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചു. എന്താ ഉണ്ടായി? അപ്പൊ 1857 വലിയൊരു വിപ്ലവം നടന്നു. ആ വിപ്ലവം പല സ്ഥലങ്ങളിലായിട്ട് അടിച്ചമർത്തുകയാണ് ഉണ്ടായത് അല്ലെ ബ്രിട്ടീഷുകാര്. അവർ അടിച്ചമർത്തിയതിന് ശേഷം എന്തുണ്ടായി? 1858 പാൽമേഴ്സ്റ്റൺ പ്രഭു ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു ആക്ട് അവതരിപ്പിക്കുകയാണ്. ആ ആക്ടിനെ അവര് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് വിളിക്കണേ. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇത് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്ന് അറിയപ്പെടുന്നു. കൂടാതെ ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്ടോറിയ രാജ്ഞി
രാജ്ഞിയുടെ വിളംബരമാണ്. ഇങ്ങനെ ഈ ആക്ട് വന്നതുകൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത്. ആ ആക്ടിന്റെ അല്ലെങ്കിൽ ആ വിളംബരത്തിന്റെ പരിണിത ഫലമായിട്ട് വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ഭരണാധികാരിയായി, ഗവർണർ ജനറൽ പദവി മാറി വൈസ്രോയിയായി, ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചു. ഇനി ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നീ സമരത്തെ വിശേഷിപ്പിച്ചൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം വി.ഡി. സവർക്കറാണ്. ആരാണ്? വി.ഡി. സവർക്കർ. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, എസ്.ബി. ചൗധരി. ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞവരാണ് എസ്.ബി. ചൗധരി. ഇനി ഇത് ദേശീയ കലാപമാണ് എന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ പറഞ്ഞ ആളാണ് ബെഞ്ചമിൻ ഡിസ്രേലി. ഇന്ത്യയുടെ ദേശീയ കലാപമാണ് ഇതെന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് പറഞ്ഞ ആളാണ് ബെഞ്ചമിൻ ഡിസ്രേലി. കൂടാതെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ദ ലാസ്റ്റ് മുഗൾ എന്ന് പറയുന്ന കൃതിയിൽ വില്യം ഡാൽ റിംപിൾ ആണ്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞത് ദ ലാസ്റ്റ് മുഗൾ എന്ന് പറയുന്ന കൃതിയിൽ വില്യം ഡാൽ റിംപിൾ ആണ്. അടുത്തത് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന പ്രസിദ്ധീകരണത്തിൽ കാറൽ മാർക്സ് ആണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന പ്രസിദ്ധീകരണത്തിൽ കാറൽ മാർക്സ് ആണ്. ഒന്നും കൂടെ പറയാം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നു വിപ്ലവത്തോടു കൂടി. ഇനി ഈ ഭരണം അവസാനിക്കാൻ കാരണമായ ആക്ട് എന്താണെന്ന് ചോദിച്ചാൽ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെയാണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്നറിയപ്പെടുന്നത്. ഈ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. ഇനി വിളംബരത്തിന്റെ ഫലമായിട്ട് വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ഭരണാധികാരിയായി, ഗവർണർ ജനറൽ പദവി മാറി വൈസ്രോയിയായി, ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചു. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നതിനെ വിശേഷിപ്പിച്ചത് വി.ഡി. സവർക്കർ, ആഭ്യന്തര കലാപം എന്ന് വിളിച്ചത് എസ്.ബി. ചൗധരി, ദേശീയ കലാപം എന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ പറഞ്ഞത് ബെഞ്ചമിൻ ഡിസ്രേലി, ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാൽ റിംപിൾ, അദ്ദേഹം വിശേഷിപ്പിച്ചത് ലാസ്റ്റ് മുഗൾ എന്ന് പറയുന്ന കൃതിയിൽ. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന പ്രസിദ്ധീകരണത്തിൽ കാറൽ മാർക്സ് ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. 1857 വിപ്ലവത്തെ ഇത്രയാണ് പഠിക്കാനുള്ളതെന്നല്ല, ഇത്രയെങ്കിലും നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ 1857 വിപ്ലവത്തെ കുറിച്ച് മിനിമം ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് നിങ്ങൾ ഒട്ടും കുറയ്ക്കരുത്. അപ്പൊ ഇത്രയും കൃത്യമായിട്ട് നോട്ട് രൂപത്തിൽ എഴുതി, അതായത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പേനയും പുസ്തകം എടുത്ത് ഒപ്പം ഒരു നോട്ട് ഉണ്ടാക്കി അങ്ങനെ എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മൾ സ്വയം എഴുതുന്നതാണ് കുറച്ചും കൂടി നല്ലൊരു കാര്യം. അങ്ങനെ എഴുതി നിങ്ങൾ എന്താ പറയുന്നത്, നമ്മുടെ മനസ്സിൽ അത് പതിയും. അങ്ങനെ 1857 വിപ്ലവം ഭംഗിയായിട്ട് ഇന്ന് പഠിക്കുക. പ്ലസ് ഇന്നത്തെ ടൈം ടേബിൾ നമ്മൾ ഒരു ടോപ്പിക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ ഇന്ന് നിങ്ങൾ രണ്ട് ടോപ്പിക്ക് പഠിക്കണം. 1857 വിപ്ലവവും പഠിക്കണം, കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കും പഠിക്കണം. ഇത് രണ്ടും പഠിക്കുക. പിന്നെ അത് പഠിച്ച് ഭംഗിയാക്കുക. ഇന്ന് തൊട്ട് ഇന്ന് 8 മണിക്ക് 8:15 ആകുമ്പോഴാണ് നമ്മൾ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുക വീഡിയോ. അതിനുശേഷം നാളെ 8 മണി വരെ, നാളെ 8 മണി വരെ അടുത്ത വീഡിയോ വരുന്ന വരെ നിങ്ങൾക്ക് ഈ രണ്ട് ടോപ്പിക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയിട്ടോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയിട്ടോ എങ്ങനെയൊക്കെ നോക്കിയിട്ടായാലും ഈ നോട്ടും കൂടെ കമ്പയർ ചെയ്ത് അത് നമ്മൾ മനഃപ്പാഠമാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ 60 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ്. അതിൽ ഫസ്റ്റ് ഡേ ആണെന്ന്. ഈ ഫസ്റ്റ് ഡേ കൊണ്ട് 2 ടോപ്പിക്കാണ് നമ്മൾ പഠിക്കണേ. 57 വിപ്ലവവും അതുപോലെ തന്നെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ. അടിസ്ഥാന വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അത് ഓപ്പൺ ചെയ്ത് നോക്കുക, അത് ഭംഗിയായിട്ട് പഠിക്കുക. 2 ടോപ്പിക്ക് പഠിക്കുക. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ തീരാണ്. എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. എന്തൊക്കെ കാര്യങ്ങൾ ഇനി ആഡ് ചെയ്യണം, പുതിയതെന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടോ, ക്ലാസ് നന്നാവുന്നുണ്ടോ, അല്ലെങ്കിൽ മോശമാണോ, എന്താണ് അഭിപ്രായം തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും എഴുതുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ 60 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ 8 ഡേയ്സിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. 60 ഡേയ്സ് തന്നെയായിട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് വേണമെങ്കിൽ അത് നിങ്ങൾ പറയുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. 60 ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് നിങ്ങൾ സിലബസ് പഠിച്ച് ഉറപ്പായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കും. ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. അപ്പം എൻ്റെ ക്ലാസ്
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ മാത്രം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസം 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുള്ളൂ. അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം, ഓൾ ബട്ടൺ കേട്ടോ. അപ്പോഴാണ് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത്തിരി ലെങ്തി വീഡിയോ ആണ്, നമ്മൾ ആവശ്യക്കാരാണ്. അതായത് ഒരു 5-6 മിനിറ്റ് 10-12 മിനിറ്റ് കൊണ്ടൊന്നും നമുക്ക് 1857 കലാപം പഠിക്കാൻ പറ്റില്ല. അപ്പൊ ലെങ്തി വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ കണ്ട് എഴുതി പഠിക്കാൻ തന്നെ ഞാൻ പറയും. അപ്പൊ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.